വയനാട് ജില്ലയിലെ പുളിഞ്ഞാലാണ് ഇപ്പോൾ ഉള്ളത്. ബാണാസുര മൗണ്ടെയിൻ വ്യൂ റിസോർട്ടിൽ. ഇവിടുത്തെ കാഴ്ചകൾ അതിഗംഭീരമാണ്. നോക്കൂ, കാറ്റുകുന്നും സായ്പുകുന്നും ബാണാസുര മലനിരകളെല്ലാം. ആ കാഴ്ചകൾ നോക്കൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് പല രൂപത്തിലും ഭാവത്തിലും ഈ മലനിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പം എത്ര ഹൈറ്റിലാണെന്നറിയോ? താഴേക്ക് നോക്കൂ, ഒത്തിരി ദൂരെ താഴെയാണ് ആ തെങ്ങുകളൊക്കെ. ഇവിടെ വന്ന് നമുക്ക് നാച്ചുറൽ ബാത്ത് ചെയ്യാം. ഒരു പുഴ ഒഴുകുന്നുണ്ടോ? ബാണാസുര മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചു ഒഴുകി വരുന്ന മനുഷ്യസ്പർശമേൽക്കാത്ത നല്ല വെള്ളം. അതിൻ്റെ തണുപ്പൊന്ന് ആസ്വദിച്ചൊന്ന് കുളിക്കണ്ടേ? അപ്പോൾ ഒരു ദിവസം ഈ റിസോർട്ടിൽ താമസിക്കാൻ വയനാട്ടിലേക്ക് വായോ. കാഴ്ചകൾ അതിമനോഹരമാണ്. അങ്ങോട്ട് നോക്കൂ, ഒരു കൊച്ചു ഗ്രാമം. അതിലൂടെ ഒരു ഗ്രാമീണ പാത പോകുന്നുണ്ട്. ആടും പശുവും കോഴിയും പച്ചക്കറികളും ഒക്കെയായിട്ട് ഒരു ജനത ഇതിൻ്റെ താഴെ താമസിക്കുന്നുണ്ട്. ശുദ്ധമായ വായു ശ്വസിച്ച് വയനാടിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു ദിവസം താമസിക്കാം. പതുക്കെ 0.5 അല്ലേ? മേഘത്തെ തൊടണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വായോ. നോക്കൂ, ആ നദിയിലൊന്ന് മുങ്ങിക്കുളിച്ച് ആ മലനിരകളിലേക്കൊരു ട്രെക്കിങ്, ആ മേഘത്തെ നമുക്ക് തൊടാം. എന്തായിരിക്കും വൈബ്? വായോ. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിലൂടെ നമുക്ക് മേഘങ്ങളെ തൊടാൻ മുകളിലേക്ക് പോകാം. ബാണാസുര മല കാണുന്നുണ്ടോ? ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് ഇവിടെ താഴെ നിന്നിട്ടാണേ. ഇപ്പം അപ്പൂസ് നിൽക്കുന്നതാ അതിൻ്റെ മേലെ വാച്ച് ടവറിലാണ്. മേഘങ്ങളെ തൊട്ടൊരു യാത്ര. ബാണാസുര, എൻ്റെ പേരെന്താ പൂസേ? ബാണാസുര മൗണ്ടെയിൻ വ്യൂ റിസോർട്ടിൻ്റെ വാച്ച് ടവറിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കൂ, ബാണാസുര ഹില്ലിൻ്റെ ഏകദേശം ഈക്വലൈസ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഇപ്പുറത്തെ കുന്നിൽ. എന്തൊരു മനോഹരമാണെന്ന് നോക്കൂ അവിടുത്തെ കാഴ്ചകളെല്ലാം. ഇപ്പം ഞാനിവിടുന്ന് ഇറങ്ങി വരിക കേട്ടോ. പച്ചക്കുന്നുകൾ, തെളിനീരൊഴുകുന്ന അരുവി, വയനാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു ദിവസം നമുക്കിവിടെ താമസിച്ചാലോ? ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ബാണാസുര മലനിരകളെ ഫേസ് ടു ഫേസ് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം. ബാണാസുര മൗണ്ടെയിൻ റിസോർട്ട്.
സോ ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്. നമുക്ക് ഇവിടെ 3 പ്രോപ്പർട്ടി കൂടിയ ഒരു പ്രോപ്പർട്ടിയാണിത്. ഈ പ്രോപ്പർട്ടിയിൽ ഏതാണ്ട് നമുക്കിപ്പോൾ നിലവിൽ 43 റൂംസും ഒരു ഡോർമെട്രിയുമാണ് ഉള്ളത്. ഇവിടെ ഏതാണ്ട് ഒരു 225 ആൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്.